ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഉണ്ടോ, നിറയെ തക്കാളി ഉണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കുമ്പോൾ അത് ചെറിയൊരു തൈയായിരുന്നു, ഒരു മീഡിയം തൈ, പൂവിടാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് കാണിച്ച ഉള്ളി തൈയൊക്കെ കുറേ കൂടി ഡെവലപ്പായി. നമ്മുടെ തക്കാളി വിളവെടുപ്പായില്ല, ഇനിയും കുറച്ചുകൂടെ വലുതാകും, എന്നാലും നിറയെ കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. മാത്രമല്ല എൻ്റെ ഇന്നത്തെ ചെടികളുടെ ഡെവലപ്മെൻറ്റും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് വെണ്ടയുണ്ട്. ഇതിലാണ് തക്കാളി തൈ നിൽക്കുന്നത്. ഇതിങ്ങനെ ചാഞ്ഞ് ഇങ്ങോട്ടേക്ക് കിടക്കുകയാണ് അതിൻ്റെ ഭാരം കൊണ്ട്. പിന്നെ കാണിക്കാനുള്ളത് നമ്മുടെ കാന്താരിയാണത്. കണ്ടോ, എന്താ സ്റ്റൈലായിട്ടാണ് നോക്കി. നിറയെ കാ പിടിച്ചിട്ടുണ്ട്. അടുത്ത തക്കാളിയിലും നിറയുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളിലും നമുക്ക് കാഴ്ചകൾ തരുന്ന നമ്മുടെ പുതിനയാണേ. നമ്മുടെ കുരുമുളക്, ഇതും പുതിനയാണ്. അപ്പോൾ പുതിനയെ നമ്മൾ ഇവിടെ ഒരു മരത്തിൻ്റെ തണലിലായിട്ടേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് മറ്റൊരു നമ്മുടെ കാന്താരി മുളകിൻ്റെ ഡെവലപ്മെൻറ്റാണ്. കൂട്ടത്തിൽ വഴുതിനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേറൊരു ചെറിയ തക്കാളി ഉണ്ടായി വരുന്നു. പിന്നെ നമ്മുടെ പുതിയ പച്ചമുളക്, നമ്മൾ വെള്ളമുളകായിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം കിട്ടിയ മുളക് തൈയിൽ നിന്നുണ്ടായതാണ്. എണ്ണം കുറവാണെങ്കിലും നല്ല വലിപ്പമുള്ള നല്ല എരിവുള്ള മുളകാണ്. ഇത് നമ്മുടെ മധുരവള്ളിക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ്, അത് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിളാണ് അതിൻ്റെ കിഴങ്ങ്. അത് അധികമൊന്നും നമുക്ക് കിട്ടില്ല, വളരെ കുറച്ചേ കിട്ടുള്ളൂ. പിന്നെ ഉള്ളി, ഇത് നമ്മുടെ പൈനാപ്പിൾ ചെടിയാണ്. ഇത് വെണ്ട, അങ്ങനെ പോകുന്നു. നമ്മുടെ ഇതുണ്ടോ, നമ്മുടെ അകത്തിപ്പൂവ്, നമ്മുടെ വെജിറ്റബിൾ സ്ലറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊന്ന് കോരിയെടുത്ത് ചെടികൾക്കൊക്കെ ഒഴിക്കണം. അതിനു വേണ്ടി തുറന്നതാണ്. ഒരു ബക്കറ്റ് നിറയായിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്കെല്ലാം കൊടുക്കും. അപ്പോൾ വേണ്ട മണിത്തക്കാളി, എന്തുമാത്രം മണിത്തക്കാളിയാന്ന് നോക്കിയേ. ഉണ്ടോ, നീലയും ഓറഞ്ചും ഉണ്ടോ, ഓറഞ്ച് മണിത്തക്കാളി. ഈ ചെടിക്കകത്ത് ഇങ്ങനെ ചിരട്ടയും അതുപോലെ ചകിരിയൊക്കെ ഇട്ടിരിക്കുന്നത് ഇതിന് ഈർപ്പം കിട്ടാൻ വേണ്ടി. നല്ല ചൂട് സമയമല്ലേ, അപ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ചകിരിയൊക്കെ നന്നായിട്ട് നനച്ച് കൊടുത്താണ് പോകുന്നത്. ഉണ്ടോ, ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. വേര് പിടിപ്പിക്കാൻ വെച്ചതാണ്. കൈ കൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വയ്യ ചെടിക്കകത്തോട്ട്. അത്രയും ഇതൊക്കെ പുല്ലുണ്ടെങ്കിലും നമുക്ക് അതിനെ പുല്ല് പറിച്ചെടുക്കാൻ മുള്ള് കൊള്ളും കയ്യിൽ. വളരെ സൂക്ഷിച്ച് ചെയ്യണം, എന്നാലും ഇത്രയും പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതിൽ. വഴുതന, ഇത് നമ്മുടെ മയിൽപ്പീലി ചീരയാണേ. ഉണ്ടോ, ഈ മുളക് തൈയൊന്നും അത്ര ഡെവലപ്പായി വന്നില്ല, പക്ഷെ മുളകുണ്ട് അതിൽ. അതിനെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പുല്ലൊക്കെ പറിച്ച് അതിന് വളമൊക്കെ കൊടുക്കണം. അടുത്ത കാന്താരി, ഇത് വെള്ളക്കാന്താരിയാണേ, ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ നേരത്തെയുള്ള ഭാസ്കര മുളക് ഉണ്ടോ, ഇതുമാത്രം മുളകാണെന്നറിയോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പഴുത്ത മുളകെടുത്ത് ഉണക്കി ഞങ്ങൾ ചതച്ച് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം കറികളിലൊക്കെ ചേർക്കാനായിട്ട്. ഇതെല്ലാം കാന്താരികളാണ്. ഫസ്റ്റ് നമ്മൾ ഇട്ട തക്കാളിയിൽ ഉണ്ടോ, തക്കാളി ഇഷ്ടം പോലെ തക്കാളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഴുക്കും. ഇപ്പോൾ ഒരു 3 ദിവസത്തിനുള്ളിൽ ഇതിന്ന് എടുത്തു തുടങ്ങാം. ഒക്കെ തക്കാളികളാണ്. ഉണ്ടോ, ഇത് വെള്ളക്കാന്താരി, ഉള്ളിപ്പൂവ്, അങ്ങനെ പോകുന്നു നമ്മുടെ ചെടികൾ. അപ്പോൾ നിറയെ പച്ചമുളക് തൈ പിടിച്ച് കിട്ടി നമുക്ക് ഇപ്രാവശ്യം. ഇതാണ് നമ്മുടെ ചതുരപ്പയറിൻ്റെ ഇന്നത്തെ അവസ്ഥ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ കായ കിട്ടി, എന്താണെന്ന് അറിയില്ല, അങ്ങ് ഉഷാറായില്ല. ഇനിയിപ്പോൾ ഇന്ന് ഫിഷ് അമിനോസിഡ് കൊണ്ടുവച്ചിട്ടുണ്ട്, ഡൈല്യൂട്ട് ചെയ്ത് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഞാൻ
ഇതൊക്കെ അടിച്ചതിന് ശേഷം കാണിക്കാം. അടിച്ച് നമുക്കത് ഉണ്ടായി വന്നതിന് ശേഷം പിന്നെ ഇതാ വഴുതനയൊക്കെ പൂവിടുന്നു. ഇത് 2ാം ട്രിപ്പ് വെച്ച ഇതിലെയാണ്. ഇത് കോവയാണ്. ഇതാ പയർ വീണ്ടും ഉണ്ടാവാൻ തുടങ്ങുന്നു. നമ്മുടെ തണുപ്പ് മഞ്ഞ് കിട്ടുമ്പം വീണ്ടും പയർ ഏതാണ്ട് ഇല്ലും കഴിഞ്ഞു തുടങ്ങിയതാണ്. വീണ്ടും അതിൽ നിന്ന് പയറുണ്ടായി തുടങ്ങുന്നുണ്ട്. പാവൽ, ഈ പാവലിൽ നിന്ന് ഇന്നലെ 2 പാവയ്ക്ക പറിച്ചെടുത്തു. മുളക്, ഈ മുളക് വെള്ള തന്നെയാണ്, ഭാസ്കര മുളകിൻ്റെ തന്നെയാണ്. പിന്നെ അതിൽ ഒരുപാട് ചെടികളൊക്കെ വന്നപ്പം മുളക് അത്ര ശരിയായില്ല. പിന്നെ ഇഷ്ടംപോലെ മുളകുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മറ്റ് ചെടികളെ കളഞ്ഞില്ല, അങ്ങനെ വെച്ചു. നമ്മുടെ പൈനാപ്പിൾ ചെടി തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടി, അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച തൈയാണ്. നമുക്ക് 2 പൈനാപ്പിൾ 2-3 പൈനാപ്പിളൊക്കെ കിട്ടിയായിരുന്നു. ഇത് പുതിയ കേബേജാണ്. മുരിങ്ങ, ഇതിൽ നിന്ന് നമുക്ക് 3 മുരിങ്ങക്കായ കിട്ടി, നമ്മൾ കറി വെച്ചു. പിന്നെ നമ്മുടെ ചീര, ചുവന്ന ചീര, വെണ്ടയ്ക്ക, ഇതിനകത്ത് തൈകൾ കൂടുതലുണ്ട്. മുളകുണ്ട്, വഴുതനയുണ്ട്. കവറില്ലാത്തത് കൊണ്ട്, ഗ്രോ ബാഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. പഴയ പയറിലൊക്കെ പയർ ഓരോന്നൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. അതായത് മഞ്ഞും തണുപ്പും വരുമ്പം പയർ ഒന്നുകൂടെയൊക്കെ, ഇപ്പം ഈൽഡിങ് കഴിഞ്ഞതാണ്, വലിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ അതിനകത്ത് പയറൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ താമര, അതിൽ തന്നെ ഒരു ചീരത്തൈ നിൽക്കുന്നുണ്ട്, കണ്ടു. അത് വലിച്ച് കളയാൻ വിട്ടുപോയി, അത് കളയാം. അപ്പം നമ്മുടെ അമരയ്ക്ക് 2 ടൈപ്പ് അമരയുണ്ട്. ഇതൊരു ടൈപ്പ് അമര, ഇത് ചെറിയ ടൈപ്പ് അമര. നമുക്ക് ആവശ്യത്തിന് തോരനൊക്കെയുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. നമ്മുടെ കറിവേപ്പ്, ഇതിനെല്ലാം ഇന്നിത്തിരി ഫിഷാമിനോസിഡ് വളമൊക്കെ കൊടുക്കണം. എല്ലാം നമുക്ക് ഇത്തിരി ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരിത്തിരി ചെടികൾ എല്ലാതുമല്ല, കുറച്ചൊക്കെ ഒന്ന് വളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊന്നുകൂടെ ഡെവലപ്പ് ചെയ്യും. ഇതാ 2 ഡ്രാഗൺ ഫ്രൂട്ട്, ഇതിൽ നിന്ന് കിട്ടിയ പുല്ലാണ്, ഒരെണ്ണത്തിൽ നിന്ന് കിട്ടിയ പുല്ലാണ് ഈ കാണുന്നത്. അത്രയും എന്തോ പെട്ടെന്നങ്ങ് പുല്ല് പിടിക്കും, കൈ കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല, മുള്ള് നമ്മളെ ആക്രമിക്കും. പറ്റുന്ന പോലെയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ അത് പൂവിടാനുള്ള സീസണൊക്കെ ആയി വരികയാണ്. അപ്പോൾ ഒരു ചെറിയ തുണ്ട്, അതായത് ഇത് ഇത്രയും പോകുന്നൊരു തുണ്ട് എന്നാണ് നമുക്ക് ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇത് കൂടാതെ വേറെയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതാണ്, നല്ല റെഡ് കളറ് ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഉണ്ടോ, ഇതുണ്ടായി വരുന്നത് കണ്ടോ, ഓരോ ശിഖരങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നമുക്കിവിടെ ടെറസിൻ്റെ മുകളിൽ ഇത്രയും സൗകര്യമുള്ളൂ. നമ്മൾ ഒരു പൈപ്പൊക്കെ വളച്ചെടുത്തൊക്കെ ചെയ്യാമെങ്കിൽ, അതുപോലെ തന്നെ കുറച്ചും കൂടെ വളക്കൂറുള്ള മണ്ണൊക്കെ കൂടുതൽ കൊടുത്തിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്നാലും നമ്മുടെ സന്തോഷത്തിന് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. ഇതാ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായി വരും. ഒരു വെണ്ട കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ കോവൽവള്ളിയാണ് ഈ കാണുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒന്ന് വെറുതെ വേര് പിടിപ്പിക്കാൻ, പൊട്ടിയൊക്കെ വീഴുമ്പോൾ കൊണ്ട് ചുമ്മാ അങ്ങ് മണ്ണിൽ വെച്ചേക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ സ്ട്രോബെറി വേര് പിടിപ്പിച്ചത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ. ഇതാ ഇത് മധുരക്കിഴങ്ങിൻ്റെ തൈ. അപ്പോൾ ഇന്നത്തെ പച്ചക്കറി വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.